കുട്ടേട്ടാ ഒരു കാരണവശാലും ഓന് വെറുതെ വിടരുത്. ഓൻ പല കഴിവുകളോട് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. വിട്ടുകൊടുക്കരുത്. ചെയ്യിപ്പിച്ചേ പറ്റൂ. അല്ല ചങ്ങായി, അപ്പൊ അനക്കെന്താ നോമ്പില്ലേ? കുട്ടയുടെ നോമ്പ് പറഞ്ഞിട്ടുകൊണ്ട് ചെലവ് ചെയ്യാൻ പറയണോ? പറഞ്ഞിട്ട് അനക്ക് തിന്നാൻ കഴിയോ? എന്താ കഴിയായി ഓസി കിട്ടുന്നല്ലേ, വാരി വിളിച്ചിട്ട് തിന്നെ. ഇതിപ്പോ എന്തിനാ ചെലവാ? അപ്പൊ നിങ്ങൾ ഏത് ലോകത്താണ്? യൂസുഫ് അലിക്ക് ലൈബ്രറിയിൽ ജോലി കിട്ടി. വരി നമുക്ക് വേഗം പോകുന്നത് കാര്യക്കുന്നു. ഞങ്ങൾ അവന്നത്തപ്പ ഇറങ്ങിയേനെ. എന്തേ ഇപ്പൊ എന്താ മറന്നോ? എന്തിട്ടാണ് ചെങ്ങായിമാര് ഞങ്ങൾ രണ്ടാളും കണകുണ അറിയണത്? എന്താണ് ചങ്ങേജ് ഒന്നും അറിയാത്ത മാതിരി? അനക്ക് ജോലി കിട്ടേണ്ട ചെലവിന്റെ കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് നടക്കൂലട്ടില്ലേ? ഇപ്പൊ എങ്ങോട്ട് കുട്ടേട്ടാ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? യൂസുഫ് അലിയെ ഇജ് എന്ത് ഒഴിവ് കേട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഇജ് ചെലവ് ചെയ്തേ പറ്റും. അതിനെ കൂടെ ഞങ്ങൾ ചെലവ് ചെയ്യിപ്പിക്കും. അന്റെ ആ തരികട ഒന്നും ഞങ്ങളടുത്ത് നടക്കില്ല. വർത്താനാണ് യൂസുഫ് അലി പറയുന്നത്. പണി കിട്ടേണ്ട മുമ്പ് പണി പോകാം. അല്ല എന്തുണ്ടായത്? ഒരു പെൺകുട്ടി വന്നിട്ടേ ബഷീറിന്റെ പൂവമ്പാഴം ഉണ്ടോ ചോദിച്ചു. അവിടെ പൂവമ്പാഴം ഉണ്ടായിരുന്നില്ല. എന്റെ പുന്നാറ് യൂസുഫ് അലിയെ പൂവമ്പാഴം ഇല്ലെങ്കിൽ ഇല്ലാന്നാണ് പറഞ്ഞാ പോരെ. ഒരാളൊരു സാധനത്തിൽ വന്നല്ലേ, അപ്പൊ വെറും കൈയോടെ വിടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വൈലോപ്പള്ളിയുടെ വാഴക്കൊല എടുത്തു കൊടുത്തു. അതാകെ പ്രശ്നമായി. അല്ല യൂസുഫ് അലിയെ, ഈ വാഴക്കൊല കൊടുത്തതിന് എന്തിനാ അന്നെ പുറത്താക്കണത്? അതിനിപ്പോ ഇത്ര തെറ്റെന്ന് എനിക്ക് മനസ്സിലാകത്ത്. അത് 2 ദിവസം കഴിഞ്ഞാൽ പഴുക്കൂലേ? അപ്പൊ പൂവമ്പഴാവൂലേ? അപ്പൊ സമയം